ഹായ്. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് നമ്മുടെ വാട്സപ്പ് ഉപയോഗിക്കാത്തവരാരും ഉണ്ടാവില്ല അല്ലേ? വാട്സപ്പ് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കമ്പ്യൂട്ടർ സ്ക്രീനിലൂടെ ഉപയോഗിക്കാൻ സാധിക്കുന്നത് എന്നാണ്. ഈ അറിവ് ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്ന ഭൂരിപക്ഷം പേർക്കും അറിയാം എന്ന് കരുതുന്നു. ഇനി അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം പലർക്കും ഇപ്പോഴും അറിയില്ല എന്ന് തോന്നുന്നു. പലരും ഇടയ്ക്ക് ചോദിക്കുന്നതും വീഡിയോ സെർച്ച് ചെയ്യുന്നതൊക്കെ കാണാം, എങ്ങനെയാണ് വാട്സപ്പ് കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുക എന്നുള്ളത്. അത് അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇനി അറിയുന്നവരുണ്ടെങ്കിൽ അവരും ഈ വീഡിയോ ഒന്ന് കാണുക. കാരണം ഇത് ഒരു ഗിവ് അവേ വീഡിയോ കൂടിയാണ്. ഈ ഗിവ് അവേ വീഡിയോയിൽ നിങ്ങൾക്ക് പങ്കെടുക്കേണ്ടത് എങ്ങനെയാണെന്നും അതിൻ്റെ പ്രൈസും കാര്യങ്ങളും എല്ലാം എങ്ങനെയാണെന്നും അറിയാനായി ഈ വീഡിയോ അവസാനം വരെ കാണുക. ഈ വീഡിയോൻ്റെ ഇടയിലും അതിൽ അവസാനവുമായിട്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, മാക്സിമം എല്ലാവരും ഈ ഗിവ് അവേയിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇതിനായിട്ട് ആദ്യം നിങ്ങളുടെ കമ്പ്യൂട്ടറിലെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. അതിനുശേഷം അതിൽ വാട്സപ്പ് വെബ് എന്ന് ടൈപ്പ് ചെയ്തതിനു ശേഷം സെർച്ച് കൊടുക്കുക. അപ്പോൾ ആദ്യം കാണുന്ന ഒരു റിസൾട്ടാണ് വാട്സപ്പ് വെബ് എന്ന് കാണുന്നത്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആവും അവിടെ ലഭിക്കുക. ഇത് നമ്മൾ മൊബൈൽ ഉപയോഗിച്ച് സ്കാൻ ചെയ്യണം. അതെങ്ങനെയാണ് സ്കാൻ ചെയ്തതെന്ന് ഇനി പറയാം. അതിനായി നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ എടുക്കുക. ആദ്യം നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം വാട്സപ്പിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ലെൻസിൻ്റെ ചിഹ്നം കാണാം. അതിൻ്റെ സൈഡിൽ ഒരു 3 ഡോട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അതിൽ വാട്സപ്പ് വെബ് എന്നൊരു ഓപ്ഷൻ കാണാം. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലെൻസിൻ്റെ ചിഹ്നമായിരിക്കും അവിടെ വരിക. ഇപ്പോൾ ഈ ലെൻസിൻ്റെ ചിഹ്നത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ കാണുന്ന ആ QR കോഡ് വരത്തക്ക വിധം ഒന്ന് സ്കാൻ ചെയ്ത് കൊടുക്കുക. വെറുതെ ഒന്ന് പിടിച്ചാൽ മതി. ആ QR കോഡ് കാണത്തക്ക വിധം വെറുതെ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ വാട്സപ്പ് കമ്പ്യൂട്ടറിൽ ഓപ്പൺ ആകും. ഇപ്പോൾ നിങ്ങളുടെ വാട്സപ്പ് ഇവിടെ കമ്പ്യൂട്ടറിൽ ഓപ്പൺ ആയി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾക്കിത് കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ മൊബൈലിൽ ഇൻ്റർനെറ്റ് ഓൺ ആയിരിക്കണം എന്ന് മാത്രമേ നിങ്ങൾക്ക് ചെയ്യാനുള്ളൂ. നിങ്ങൾ മൊബൈലിൽ ഇൻ്റർനെറ്റ് ഓണായിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ ഇതുപോലെ നിങ്ങളുടെ വാട്സപ്പ് നോട്ടിഫിക്കേഷൻ വരികയും ഉപയോഗിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ ആദ്യം പറഞ്ഞ ഗിവ് അവേനെ കുറിച്ച് പറയാം. ഈ ഗിവ് അവേയിൽ പങ്കെടുക്കാൻ നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഈ ചാനലിൽ ഈ വീഡിയോ മുഴുവനായി കാണുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോനെ കുറിച്ചുള്ളതല്ല, ഈ ചാനലിലെ മറ്റ് വീഡിയോസ് എല്ലാം കണ്ട് അതിനെ ഈ ചാനലിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഒപ്പം നിങ്ങളുടെ മൊബൈൽ നമ്പർ, അതായത് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ, നിങ്ങളാണ് ഈ ഗിവ് അവേയിൽ വിന്നർ എന്നുണ്ടെങ്കിൽ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു മൊബൈൽ നമ്പറും നിങ്ങളിതിൽ എൻ്റർ ചെയ്യുക. ഓക്കെ, കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഒപ്പം ഈ സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്തതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടും നിങ്ങളെടുത്ത് വയ്ക്കുക. ഇവിടെ താഴെ ഒരു മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, ഒരു വാട്സപ്പ് നമ്പർ. ആ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ ആ സ്ക്രീൻഷോട്ട് ഒന്ന് അയച്ചതിൻ്റെ ഒപ്പം ഇത് ഗിവ് അവേ കോൺടെസ്റ്റിനുള്ളതാണെന്നും ഇതിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഉപയോഗിച്ച ID ഏതാണെന്നും നിങ്ങളുടെ പേരും ഇത്രയും കാര്യങ്ങൾ ഒപ്പം അയക്കണം. അതിനുശേഷം വിന്നറിനെ സെലക്ട് ചെയ്തിരുന്ന സമയത്ത് അത് ഈ സ്ക്രീൻഷോട്ട് അയച്ചിട്ടുണ്ടോ എന്നും കൂടി ഞാൻ ചെക്ക് ചെയ്തതിന് ശേഷമായിരിക്കും ഇതിൻ്റെ വിന്നേഴ്സിനെ ഞാൻ അനൗൺസ് ചെയ്യാം, പ്രൈസ് കൊടുക്കുക. ഇനി ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേറെ എങ്ങനെയൊക്കെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടതെന്നും അതുപോലെ എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പ്രൈസ് വിതരണം ചെയ്യുന്നതെന്നും ഉള്ള കാര്യങ്ങൾ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഞാൻ ഇതിൽ പറയാൻ പോയി കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത്ത് വളരെയധികം കൂടുമെന്നുള്ളതുകൊണ്ടാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്.
കൂടുതൽ എന്തെങ്കിലും സംശയമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്തിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.